ഓരോ പ്രദേശത്തും നിങ്ങൾ കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനം കാലത്തിന്റെ മാറ്റമനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലാലോ എന്നതാണ് എല്ലാരെയും വേദനിപ്പിച്ചത്. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടതായിരുന്നു. പക്ഷേ കാലാനുസൃതമായ മാറ്റം ആ രംഗത്തുണ്ടായില്ല. അതിന്റെ ഫലമായി കാലാനുസൃതമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നാം പുറകോട്ട് പോകും. കാരണം കാലം മാറുന്നു. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ ആ മാറ്റമുള്ള പ്രദേശങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ നിന്നെടുത്ത് നിന്നാൽ പുറകിലാകും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. അതിന്റെ ഫലമായി വല്ലാത്ത നിരാശ ആളുകളിൽ പൊതുവിലുണ്ടായി. അത് മറ്റു രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രവാസി സഹോദരങ്ങളിൽ മാത്രമല്ല, രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും കാലം വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാരെല്ലാം. എന്റെ നാട് ഇങ്ങനെയായിപ്പോയല്ലോ, ഇനി ഇതിന് മാറ്റമുണ്ടാകുമോ? ഇതിനൊരു മാറ്റവും ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയായിപ്പോയി. ചിലർ വിധിയെ പഴിച്ചു. ആർക്കും ഇത് മാറ്റാനാകില്ല. ഇങ്ങനെയെല്ലാമുള്ള കടുത്ത നിരാശ പൊതുവെ ഉണ്ടായി. ആ നിരാശ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി വന്നതല്ല. അനുഭവം, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ അനുഭവമാണ് അത്തരമൊരു നിരാശയിലേക്ക് അവരെ നയിച്ചത്. അതിന്റെ ഫലം ഇനി ഈ നാട് നന്നാകില്ല എന്ന തോന്നലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2016 ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ സർക്കാരിന്, LDF നേതൃത്വത്തിലുള്ള സർക്കാരിന് അധികാരം നൽകുന്നത്. ഒരു കണക്കിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഭാഗമായിരുന്നു അത്. ആ പ്രതീക്ഷക്കനുസരിച്ച് നാട് മാറണം, നാടിനെ മാറ്റണം എന്നതാണ് സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും രാഷ്ട്രീയമായ മത്സരമുണ്ടാകും. ആ മത്സരത്തിൽ ഒരു കൂട്ടർ ജയിക്കും, മറ്റൊരു കൂട്ടർ പരാജയപ്പെടും. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിച്ചവര് സർക്കാർ രൂപീകരിക്കുന്നു, മന്ത്രിസഭ രൂപീകരിക്കുന്നു. പരാജയപ്പെട്ടവർ പ്രതിപക്ഷത്തിരിക്കുന്നു. സർക്കാർ രൂപീകരിക്കപ്പെട്ടതോടെ ആ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച ജനങ്ങളുടെ മാത്രം സർക്കാരല്ല. ഏത് സർക്കാരായാലും
നാടിന്റെയും ജനങ്ങളുടെയും സർക്കാരാണ്.